എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് SCRT റിവിഷൻ സീരീസ് ആണ്. അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായാൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള PSC ട്രെൻഡ്സ് അവസാനം Z ആണ്. ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയും കയറാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളും അവയുടെ കർത്തവ്യങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളും അവയുടെ കർത്തവ്യങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. 1. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുന്നു. കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പിലാക്കുന്നു. നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. ഇവയെല്ലാം ശരി. എന്താണ് ഉത്തരം? ഇവയെല്ലാം ശരിയാണ്. അപ്പോൾ എന്താണ്? 3ഉം ശരിയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഘടകങ്ങളും അവയുടെ കർത്തവ്യങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണ്? നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. നിയമനിർമ്മാണ വിഭാഗം അഥവാ എന്താണ്? നിയമനിർമ്മാണ വിഭാഗം അവരെന്താ ചെയ്യുന്നത്? നിയമങ്ങൾ നിർമ്മിക്കുന്നു. കാര്യനിർവഹണ വിഭാഗം എന്താണ് ചെയ്യുന്നത്? നിയമങ്ങൾ നടപ്പിലാക്കുന്നു. നീതിന്യായ വിഭാഗം എന്താണ് ചെയ്യുന്നത്? നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നത് ഏതാണ്? നീതിന്യായ വിഭാഗമാണ്. അപ്പോൾ എന്താണ്? 3ഉം ശരിയാണ്. അപ്പോൾ ഈ 3 വിഭാഗങ്ങളും അവയുടെ കർത്തവ്യങ്ങളും തമ്മിലുള്ള ജോഡി എന്താണ്? ശരിയാണ്. അപ്പോൾ ഇവയെല്ലാം ശരി എന്നാണ് ഉത്തരം വരിക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടാത്തവ കണ്ടെത്തുക. അപ്പോൾ നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ ഭാഗമല്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോകസഭ, രാജ്യസഭ. അപ്പോൾ ഇതിൽ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രധാനമന്ത്രിയാണ്. അപ്പോൾ രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ ഇവയാണ് എന്ത്? നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത് ആരാണ്? രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭയും ചേർന്നതാണെന്ത്? നിയമനിർമ്മാണ വിഭാഗം. അപ്പോൾ പ്രധാനമന്ത്രി എന്താണ്? നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഇതിലേതാണ്? പ്രധാനമന്ത്രിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടാത്തവരെ കണ്ടെത്തുക. കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടാത്തവരെ കണ്ടെത്തുക. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം, ലോകസഭ. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടാത്തവരെ കണ്ടെത്താനാണ്. ഇതിൽ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം, ലോകസഭ. അപ്പോൾ ഇതിൽ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ലോക്സഭയാണ്. അപ്പോൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവരാണെന്ത്? കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാരൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. രാഷ്ട്രപതിയും ലോക്സഭ, രാജ്യസഭ എന്നീ 2 സഭകളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ പാർലമെൻറ്റ്. അതും എന്താണ്? ശരിയാണ്. രാജ്യസഭയെ ഉപരിസഭ എന്നും ലോകസഭ അധോസഭ എന്നും അറിയപ്പെടുന്നു. അതും എന്താണ്? ശരിയാണ്. 2 സഭകൾ ഉള്ളതിനാൽ ഇതിനെ ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നു. അതെന്താണ്? തെറ്റാണ്. 2 സഭകൾ ഉള്ളതിനാൽ ഇതിനെന്താണ് വിളിക്കുന്നത്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് വിളിക്കുന്നത്. ഏകമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സഭ മാത്രം ഉള്ളതാണ്. 2 സഭ ഉള്ളത് കൊണ്ട് എന്താണ്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് വിളിക്കുന്നത്, അല്ലാതെ ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്നല്ല. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇതിൽ തെറ്റായ പ്രസ്താവന 4ാമത്തെ പ്രസ്താവനയാണ്. അപ്പോൾ ബാക്കിയുള്ള പ്രസ്താവനകളൊന്നുകൂടി നോക്കാം.
ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? പാർലമെൻറ്റാണ്. പാർലമെൻറ്റാണ് ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ എന്നീ രാഷ്ട്രപതിയും ലോകസഭ, രാജ്യസഭ എന്നീ സഭകളും ഉൾക്കൊള്ളുന്നതാണെന്ത്? ഇന്ത്യയിലെ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. രാജ്യസഭയെ നമ്മൾ ഉപരിസഭ എന്നും ലോകസഭയെ അധോസഭ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഉപരിസഭ എന്ന് പറയുന്നത് രാജ്യസഭയും അധോസഭ എന്ന് പറയുന്നത് ലോകസഭയുമാണ്. ഉപരിസഭ ഏതാണ്? രാജ്യസഭ. അധോസഭ ഏതാണ്? ലോകസഭ. ഇനി രണ്ട് സഭകൾ ഉള്ളതിനാൽ ഇതിനെ വിളിക്കുന്നത് എന്താണ്? ഏകമണ്ഡലം എന്നല്ല, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് എന്ത്? രണ്ട് സഭകൾ ഉള്ളതിനാൽ ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ദ്വിമണ്ഡല നിയമസഭയാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയുടെ പ്രത്യേകത. രാജ്യസഭയുടെ പ്രത്യേകതകൾ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ രാജ്യസഭയുടെ പ്രത്യേകതകൾ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങൾ, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങൾ, സ്ഥിരം സഭ, ഉപരാഷ്ട്രപതി ആധ്യക്ഷം വഹിക്കുന്നു, ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? അഞ്ചാമത്തെ പ്രസ്താവനയായ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു എന്നതാണ് തെറ്റ്. ഇതെന്താണ് അറിയപ്പെടുന്നത്? ലോകസഭയാണ് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത്. രാജ്യസഭ എന്ത് സഭയായിട്ട് അറിയുന്നത്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് എന്ത്? രാജ്യസഭ അറിയപ്പെടുന്നത്. അപ്പോൾ രാജ്യസഭയുടെ പ്രത്യേകതകൾ: തിരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങൾ, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങൾ. പിന്നെ രാജ്യസഭയുടെ പ്രത്യേകത എന്താണ്? ഇതൊരു സ്ഥിരം സഭയാണ്. അതുപോലെ ഇതിൻ്റെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. അപ്പോൾ ജനപ്രതിനിധി സഭ എന്ന് അറിയപ്പെടുന്നത് ലോക്സഭയാണ്. രാജ്യസഭ അറിയപ്പെടുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് എന്ത്? രാജ്യസഭ അറിയുന്നത്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് രാജ്യസഭ അറിയപ്പെടുന്നത്. അടുത്തത് ലോക്സഭയുടെ പ്രത്യേകതകൾ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ലോക്സഭയുടെ പ്രത്യേകതകൾ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങൾ, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 അംഗങ്ങൾ, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു, 5 വർഷമാണ് കാലാവധി, സ്പീക്കർ ആധ്യക്ഷം വഹിക്കുന്നു. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നല്ല, എന്താണ്? ജനപ്രതിനിധി സഭ എന്നാണ് എന്ത്? ലോകസഭ അറിയപ്പെടുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് എന്താണ്? രാജ്യസഭയാണ്. അപ്പോൾ ലോക്സഭയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങൾ, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 അംഗങ്ങൾ. ഈ നിലവിൽ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആ ഒരു രീതി അവസാനിപ്പിച്ചിട്ടുണ്ട്. 2 ആംഗ്ലോ ഇന്ത്യൻസിനെ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു രീതി നിലവിലുണ്ടായിരുന്നു. നിലവിൽ ആ ഒരു സംവിധാനം എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ലോക്സഭയിൽ നിലവിൽ എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമാണുള്ളത്, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളില്ല. രാജ്യസഭയിലുണ്ട്. രാഷ്ട്രപതി, കല, സംസ്കാരം, സാഹിത്യം എന്നീ മേഖലകളിൽ നിന്നൊക്കെ എന്താണ്? വൈദഗ്ധ്യം തെളിയിച്ച ആളുകളെ 12 ആളുകളെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേഷൻ ചെയ്യും. ആ ഒരു പരിപാടി ഇപ്പോഴുണ്ട്. പക്ഷേ നമ്മുടെ ലോക്സഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻസിനെ നോമിനേറ്റ് ചെയ്തിരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റം നിലവിലില്ല. അങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ പഠിച്ചപ്പോൾ SCERT ഫാക്റ്റ് ആയതുകൊണ്ട് പഠിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇത് നിങ്ങളെ മനസ്സിൽ വെക്കണം, ഈ ഒരു പോയിന്റ്. പിന്നെ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് എന്താണ്? അത് കൗൺസിൽ എന്നറിയപ്പെടുന്നത് എന്താണ്? അത് രാജ്യസഭയാണ്. ലോക്സഭ എന്താണ്? ജനപ്രതിനിധി സഭ എന്ന് പറയുന്നു. കാരണം ലോക്സഭയിലെ ജനപ്രതിനിധികളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് ആണ് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. പിന്നെ 5 വർഷമാണ് കാലാവധി. നമുക്കറിയാം 5 വർഷത്തേക്കാണ് നമ്മളൊരു ടേം ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. സ്പീക്കറാണ് ലോക്സഭയുടെ അധ്യക്ഷം വഹിക്കുന്നത്. അത് നമുക്കറിയാം. രാജ്യസഭയുടെ ഉപരാഷ്ട്രപതിയും ലോകസഭയുടെ സ്പീക്കറുമാണ് അധ്യക്ഷം വഹിക്കുന്നത്. അടുത്തത് നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ താഴെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അതിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ല, എന്നാൽ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്.
രാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ല, എന്നാൽ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ആ പ്രസ്താവന ശരിയാണ്. പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ രാഷ്ട്രപതി നിർവഹിക്കുന്നതിനാലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗം ആകുന്നത്. അതും എന്താണ്, ശരിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈനാണ്. ഈ പ്രസ്താവന എന്താണ്, അത് തെറ്റാണ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി അല്ലെങ്കിൽ ആദ്യത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഡോക്ടർ സക്കീർ ഹുസൈൻ അല്ല. സക്കീർ ഹുസൈൻ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിട്ടുണ്ട്, പക്ഷേ ആദ്യത്തെ രാഷ്ട്രപതി അല്ല. അപ്പോൾ ഒന്നുകൂടി നോക്കാം. രാഷ്ട്രപതി എന്താണ്, പാർലമെൻറ്റ് അംഗമല്ല, എന്നാലും അദ്ദേഹം എന്താണ്, പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്. എങ്ങനെയാണ് രാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ലെങ്കിലും അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാകുന്നത്? പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ വഹിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതുകൊണ്ടാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗം ആകുന്നത്. അപ്പോൾ നോക്കാം, നമ്മളെ പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതുപോലെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് ആരാണ്? അതും രാഷ്ട്രപതിയാണ്. ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. ഈ സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് പ്രത്യേകം നോട്ട് ചെയ്യണം. അത് ലോക്സഭാ സ്പീക്കറാണ് എന്ത്, സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷം വഹിക്കുക. പക്ഷേ സംയുക്ത സമ്മേളനവും പാർലമെൻറ്റ് സമ്മേളനമൊക്കെ വിളിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. അധ്യക്ഷം വഹിക്കുന്നതും വിളിക്കുന്നതും രണ്ടും ശ്രദ്ധിക്കണം, മാറരുത്. നിയമത്തിൻ്റെ കരട് രൂപമാണ് ഡാഷ്. വിജ്ഞാപനം, ബില്ല്, നിയമം ഇവയൊന്നുമല്ല. അപ്പോൾ നിയമത്തിൻ്റെ കരട് രൂപം എന്താണ്? ബില്ലാണ്. ഓപ്ഷൻ ബി ബില്ലാണ്. അപ്പോൾ നിയമത്തിൻ്റെ കരട് രൂപം എന്ന് പറയുന്നത് ഏതാണ്? ബില്ലാണ്. ഓപ്ഷൻ ബി ബില്ല്. അപ്പോൾ നിയമത്തിൻ്റെ കരട് രൂപം ഏതാണ്? ബില്ലാണ്. ഇനി ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ ഒരു ബില്ല് നിയമമാകാൻ എന്താണ്, വിവിധ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഒന്നാം വായന, രണ്ടാം വായന, അവസാന വായന, പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം, മൂന്നാം വായന. ഒന്നാം വായന, രണ്ടാം വായന, അവസാന വായന, പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം, മൂന്നാം വായന. ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, അവസാന വായന. അവസാന വായന എന്നൊരു ഘട്ടമില്ല. പകരം എന്താണ്? ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന. മൂന്നാം വായന കഴിഞ്ഞാൽ പിന്നെന്താണ്? പ്രസിഡൻറ്റിൻ്റെ അംഗീകാരവും കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഒരു ബില്ല് എന്താവും? നിയമമായി മാറും. അപ്പോൾ അവസാന വായന എന്നൊരു സെക്ഷനല്ല. ഇപ്പോൾ രണ്ട് സഭകളിലും ഇത് റിപ്പീറ്റ് ചെയ്യും. ആദ്യം അവതരിപ്പിക്കുന്നത് ഏത് സഭയാണെങ്കിൽ അതിലും, രണ്ടാമത് അവതരിപ്പിക്കുന്ന സഭയിലും എന്താണ്, ഈ ഒന്നാം വായനയും രണ്ടാം വായനയും മൂന്നാം വായനയും ഉണ്ടാവും. അതിനുശേഷമാണെന്ത്, രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. അതോടുകൂടി ആ ബില്ല് നിയമമായി മാറും. പിന്നെ ബില്ലിൻ്റെ കാര്യത്തിൽ നമ്മൾ മണി ബില്ല് എപ്പോഴും അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ്. മണി ബില്ല് എപ്പോഴും അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ബാക്കിയുള്ള ഏത് ബില്ല് വേണമെങ്കിലും നമുക്ക് ഏത് സഭയിലും അവതരിപ്പിക്കാം. അങ്ങനെ ആദ്യം അവതരിപ്പിക്കുന്ന സഭയെ ആദ്യ സഭ എന്നും രണ്ടാമത് അവതരിപ്പിക്കുന്നതിന് രണ്ടാം സഭ എന്നുമാണ് പറയുന്നത്. പക്ഷേ മണി ബില്ലിൻ്റെ കാര്യത്തിൽ മണി ബില്ല് എപ്പോഴും അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. മണി ബില്ല് എപ്പോഴും അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ അവസാന ഘട്ടം ഏതാണ്? ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ അവസാന ഘട്ടം ഏതാണ്? ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന, പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം. ചോദ്യം സിമ്പിളാണ്, പ്രസിഡൻറ്റിൻ്റെ അംഗീകാരമാണ്. അപ്പോൾ ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരമാണ്. ഒന്നാം വായനക്കും രണ്ടാം വായനക്കും മൂന്നാം വായനയ്ക്ക് ശേഷമാണെന്ത്, പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചാലാണെന്ത് ഒരു ബില്ല് നിയമമാകുന്നത്. അപ്പോൾ ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? പ്രസിഡൻറ്റിൻ്റെ അംഗീകാരമാണ്. ഒരു ബില്ല് നിയമമാകുന്ന ഘട്ടങ്ങൾ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളെ സംബന്ധിച്ചുള്ള പ്രസ്താവനയാണ് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. അതിൽ നിന്ന് എന്താണ്? തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ പ്രസ്താവനകൾ നോക്കാം. ഒന്നാം വായന, അതായത് ബില്ല് അവതരിപ്പിക്കുന്നു. അപ്പോൾ ഒന്നാം വായന എന്ന് പറയുന്നത് എന്താണ്? ബില്ല് അവതരിപ്പിക്കുന്നതാണ് ഒന്നാം വായന. രണ്ടാം വായന, ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. അപ്പോൾ രണ്ടാം വായന എന്ന് പറഞ്ഞാൽ എന്താണ്? ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. ഒന്നാം വായന എന്ന് പറഞ്ഞാൽ ബില്ല് അവതരിപ്പിക്കുന്നു. രണ്ടാം വായന എന്ന് പറഞ്ഞാൽ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ അല്ലെങ്കിൽ
മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. മൂന്നാം വായന എന്ന് പറഞ്ഞാൽ ബില്ല് മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. അപ്പോൾ എന്താണ് അത് മൂന്നും എന്താണ് ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ മൂന്നാം വായന എന്ന് പറഞ്ഞാൽ ബില്ല് മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. ഒന്നാം സഭ പാസ്സാക്കി കഴിഞ്ഞാൽ സഭാധ്യക്ഷൻ്റെ സാക്ഷ്യപത്രത്തോടെ ബില്ല് രണ്ടാം സഭയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു. അപ്പോൾ ഒന്നാം സഭ പാസ്സാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സഭാധ്യക്ഷൻ്റെ അനുമതിയോടെ അല്ലെങ്കിൽ സാക്ഷ്യപത്രത്തോടെ ബില്ല് എന്ത് ചെയ്യും? രണ്ടാം സഭയിലേക്ക് അയക്കും. ബില്ല് രണ്ട് സഭകളും പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ബില്ല് എന്ത് ചെയ്യും? രണ്ട് സഭകളും പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. പ്രധാനമന്ത്രി ഒപ്പുവെക്കുന്നതോടെ ബില്ല് നിയമമാകുന്നു. അപ്പോൾ ഇതിലെ തെറ്റെന്താണ്? അവസാനത്തെ പ്രസ്താവനയാണ് തെറ്റ്. പ്രധാനമന്ത്രി ഒപ്പുവെക്കുന്നതോടെ അല്ല ബില്ല് നിയമമാകുന്നത്, പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടെ അല്ലെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെയാണ് എന്ത് ബില്ല് നിയമമാകുന്നത്. അപ്പോൾ ഇതിൽ അവസാനത്തതാണ് തെറ്റായ പ്രസ്താവന അവസാനത്തേതാണ്. പ്രധാനമന്ത്രിയല്ല പ്രസിഡൻ്റാണ് അല്ലെങ്കിൽ രാഷ്ട്രപതിയാണെന്ത് ഒപ്പുവെക്കുന്നത്, ബില്ലിൽ ഒപ്പുവെക്കുന്നത്. അതോടുകൂടി ബില്ല് എന്ത് ചെയ്യും? നിയമമായി മാറുന്നു. അപ്പോൾ ഒന്നാം വായന എന്ന് പറഞ്ഞാൽ ബില്ല് അവതരിപ്പിക്കുന്നതാണ് ഒന്നാം വായന. രണ്ടാം വായന എന്ന് പറഞ്ഞാൽ എന്താ? ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നതാണ് രണ്ടാം വായന. മൂന്നാം വായന എന്ന് പറഞ്ഞാൽ ബില്ല് മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നതാണ് മൂന്നാം വായന. ഇപ്പോൾ ഒരു സഭയിൽ പാസ്സാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അടുത്ത സഭയിലും ഇതുപോലെ 3 വായനകൾ ഉണ്ടാവും. ആ ഘട്ടം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം എന്താണ്? പ്രസിഡന്റിന് അയക്കും. പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടുകൂടി ഒരു ബില്ല് നിയമമായി മാറും. അപ്പോൾ ഇതിലെ തെറ്റ് എന്ന് പറയുന്നത് അവസാനത്തെ പ്രസ്താവനയാണ്. പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി എന്നതിന് പകരം പ്രധാനമന്ത്രി എന്നാണ് ഈ ഒരു പ്രസ്താവനയിൽ കൊടുത്തിട്ടുള്ളത്. അതാണ് അതിലെ തെറ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ വാർഷിക സമ്മേളനങ്ങളിൽ ഉൾപ്പെടാത്ത സമ്മേളനം ഏതാണ്? ഇന്ത്യൻ പാർലമെൻറ്റിന് എന്താണ് വിവിധ വാർഷിക സമ്മേളനങ്ങളുണ്ട്. അതിൽ ഉൾപ്പെടാത്ത സമ്മേളനം ഏതാണ് എന്നാണ് ചോദ്യം. വർഷകാല സമ്മേളനം, ശീതകാല സമ്മേളനം, ജനുവരി സമ്മേളനം, വേനൽക്കാല സമ്മേളനം. ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ജനുവരി സമ്മേളനം. അങ്ങനെ ഒരു സമ്മേളനം എന്താണ്? പാർലമെൻറ്റിലില്ല. അപ്പോൾ പാർലമെൻറ്റിൽ പ്രധാനമായും 3 വാർഷിക സമ്മേളനങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? വർഷകാല സമ്മേളനം, അതുപോലെ ശീതകാല സമ്മേളനവും വേനൽക്കാല സമ്മേളനം. വർഷകാലം, ശീതകാലം, വേനൽക്കാലം, ഇങ്ങനെ 3 സമ്മേളനങ്ങളാണ് പാർലമെൻറ്റിന് ഒരു വർഷത്തിലുള്ളത്. അതിലുപരി ചില രാജ്യസഭ എന്താണ് ചില സന്ദർഭങ്ങളിൽ 4 തവണയൊക്കെ ചേരാറുണ്ട്. ലോക്സഭ തന്നെ ചിലപ്പോൾ അടിയന്തര വിഷയങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ലോക്സഭ സെഷനും ഉണ്ടാവാറുണ്ട്. അതുപോലെ ബഡ്ജറ്റിനൊക്കെ എന്താണ് പ്രത്യേകം സെഷനൊക്കെ ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പ്രധാനമായും 3 സെഷനാണ് അല്ലെങ്കിൽ 3 സമ്മേളന കാലാവധിയാണ് എന്ത് പാർലമെൻറ്റിനുള്ളത്. ശീതകാലം, വർഷകാലം, ശീതകാലം, അതുപോലെ വേനൽക്കാലം. ഈ ഒരു 3 സമ്മേളനങ്ങളാണ് സാധാരണയായിട്ട് പാർലമെൻറ്റിന് ഉള്ളത്. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. വീണ്ടും എന്താണ് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. ഒന്നാമത്തെ പ്രസ്താവന, പാർലമെൻറ്റിൻ്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ശൂന്യവേളയോടെയാണ്. എല്ലാ ദിവസവും 11 മണിക്ക് പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കും. 12 മണിക്ക് ചോദ്യോത്തരവേള അവസാനിക്കും. തുടർന്നുള്ള 1 മണിക്കൂർ ഭരണപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം. ചോദ്യങ്ങൾക്ക് അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ മറുപടി നൽകും. ചോദ്യോത്തരക്ക് വേളയ്ക്ക് ശേഷം അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സമയമാണ് ശൂന്യവേള. ശൂന്യവേള 5 മുതൽ 15 മിനിറ്റ് വരെ ദൈർഘ്യം ഉണ്ടാകും. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? നമുക്ക് നോക്കാം. പാർലമെൻറ്റിൻ്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ശൂന്യവേളയോടെയാണ്. ആ പ്രസ്താവന തന്നെ തെറ്റാണ്. എന്താണ് അതിലെ തെറ്റ്? പാർലമെൻറ്റിൻ്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ശൂന്യവേളയോടെയല്ല, ചോദ്യോത്തര വേളയോടെയാണ്. ചോദ്യോത്തര വേളയോടെയാണ് പാർലമെൻറ്റിൻ്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും 11 മണിക്കാണ് എന്ത് പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും 11 മണിക്കാണ് പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്നത്. ഈ 11 മണിക്കാണ് എന്ത് ചോദ്യോത്തര വേള ഉണ്ടാകുന്നത്. അപ്പോൾ ചോദ്യോത്തര വേളയോടെയാണ് എന്ത് ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ, പാർലമെൻറ്റിലെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. ഈ ചോദ്യോത്തര വേള ഏകദേശം 1 മണിക്കൂർ ഉണ്ടാവും. 12 മണിക്ക് എന്ത് ചെയ്യും ചോദ്യോത്തര വേള അവസാനിക്കും. അപ്പോൾ 11 മണിക്കാണ് എന്ത് പാർലമെൻറ്റ് തുടങ്ങുന്നത്. ചോദ്യോത്തര വേളയോടെയാണ് പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. 12 മണി വരെ എന്ത് ചെയ്യും ചോദ്യോത്തര വേള ഉണ്ടാകും. 1 മണിക്കൂറാണിത് ചോദ്യോത്തര വേളയുടെ സമയം. തുടർന്നുള്ള 1 മണിക്കൂർ എന്ത് ചെയ്യും ഭരണപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം. അപ്പോൾ നമ്മളെ ഈ 11 മണിക്ക് ചോദ്യോത്തര വേളയിൽ എന്ത് ചെയ്യുക
ഒരു മണിക്കൂർ 11 മുതൽ 12 മണി വരെയുള്ള ഈ ഒരു ചോദ്യോത്തര വേളയിൽ ഏത് വിഷയത്തിലും എന്ത് ചെയ്യും, ഭരണപരമായ ഏത് വിഷയത്തിലും പാർലമെൻറ്റ് അംഗങ്ങൾക്ക്, ലോക്സഭാ അംഗങ്ങൾക്ക് എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവസരമാണ്. ഈ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യും, അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ മറുപടി പറയുകയും ചെയ്യും. അപ്പോൾ ഇവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക്, അംഗങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെന്ത് ചെയ്യും, മറുപടി പറയുകയും ചെയ്യും. ഈ ചോദ്യോത്തര വേളയ്ക്ക് ശേഷം എന്താണ്, മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സമയം അറിയപ്പെടുന്നതാണെന്ത്, ശൂന്യവേള. ഇപ്പോൾ ചോദ്യോത്തര വേള 12 മണിക്ക് തീരും എന്ന് പറഞ്ഞാൽ ഈ 12 മണിക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ചെറിയ ഇടവേളയാണെന്ത്, ശൂന്യവേള അറിയുന്നത്. ശൂന്യവേള എന്ന് വരാൻ കാരണം എന്താണ്, 12 മണി കഴിഞ്ഞിട്ടുള്ള സമയമായതുകൊണ്ടാണെന്ത് ശൂന്യവേള എന്ന് പറയാൻ കാരണം 12 മണി എന്ന് പറയുമ്പോൾ അതെന്താണ്, 00 എന്നായിരിക്കും. 12 PM എങ്ങനെയാണ് 24, അതായത് 24 മണിക്കൂർ സമയങ്ങളിൽ 12 PM എങ്ങനെ വരിക, 00 എന്നാണ്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്തിന് ശൂന്യവേള എന്ന് അറിയപ്പെടാനുള്ള ഒരു കാരണം. അപ്പോൾ ചോദ്യോത്തര വേളയ്ക്ക് ശേഷമാണ് എന്ത്, ശൂന്യവേള. ചോദ്യോത്തര വേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ടയിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ചെറിയ ഇടവേളയാണ് ശൂന്യവേള എന്ന് പറയുന്നത്. ശൂന്യവേള എന്നറിയപ്പെടാനുള്ള കാരണം എന്താണ്, ആ ടൈമിങ്ങിൻ്റെയാണ്. കാരണം 24 മണിക്കൂർ സമയത്ത് 12 PM എന്ന് പറയുന്നത് എന്താണ്, 00 എന്നാണ് എഴുതി കാണിക്കുക. അപ്പോൾ അതാണ് എന്ത്, ശൂന്യവേള എന്നുള്ള ആ ഒരു പ്രയോഗത്തിന് കാരണം. ശൂന്യവേളയുടെ സമയം എന്ന് പറയുന്നത് ഏകദേശം 5 മുതൽ 15 മിനിറ്റ് വരെയാണ്. അപ്പോൾ ശൂന്യവേളയുടെ ദൈർഘ്യം എന്താണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 5 മുതൽ 15 മിനിറ്റ് വരെയാണ് ശൂന്യവേളയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. ശൂന്യവേളയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 5 മുതൽ 15 മിനിറ്റ് വരെയാണ് ശൂന്യവേളയുടെ ദൈർഘ്യം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 5 മുതൽ 15 മിനിറ്റ് വരെയാണ് ശൂന്യവേളയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇതിലെ തെറ്റ് ഒന്നാമത്തെയാണ്. പാർലമെൻറ്റിൻ്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാവിലെ 11 മണിക്ക് ആരംഭിക്കുന്ന ചോദ്യോത്തര വേളയിലൂടെയാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്തതും എന്താണ്, തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബില്ല്. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബില്ലുകൾ. ഒരു ധനബിൽ രാജ്യസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ. ലോകസഭ പാസാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയക്കുന്നു. ലഭിച്ചു 14 ദിവസങ്ങൾക്കകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോകസഭയിലേക്ക് തിരിച്ച് അയക്കേണ്ടതാണ്. അപ്പോൾ ഇതിലെ തെറ്റായ പ്രസ്താവന ഏതാണ് നമുക്ക് നോക്കാം. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബില്ല്. ആ പ്രസ്താവന എന്താണ്, ശരിയാണ്. അപ്പോൾ എന്താണ് ധനബില്ല് എന്ന് പറഞ്ഞാൽ, പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, അതുപോലെ പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണെന്ത്, ധനബില്ല് എന്ന് പറയുന്നത്. ഒരു ധനബിൽ രാജ്യസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ. പ്രസ്താവന എന്താണ്, തെറ്റാണ്. നമ്മൾ മുൻ ചോദ്യത്തിൽ ചർച്ച ചെയ്തതാണ്. ധനബിൽ എപ്പോഴും ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. അപ്പോൾ ധനബില്ല് അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്, ലോകസഭയിലാണ്. ധനബില്ല് ഏറ്റവും ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. അപ്പോൾ രാജ്യസഭയിലല്ല. അതാണ് ആ പ്രസ്താവനയാണ് തെറ്റ്. ഇനി അടുത്ത പ്രസ്താവന നോക്കാം. ലോകസഭ പാസ്സാക്കി കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ധനബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ഈ ലോകസഭ ധനബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ എന്ത് ചെയ്യും, രാജ്യസഭയിലേക്ക് അയക്കും. അപ്പോൾ ലോകസഭ പാസ്സാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ അത് രാജ്യസഭയിലേക്ക് അയക്കും. ലോകസഭയിലേക്കല്ല, ലോകസഭയിൽ നിന്ന് രാജ്യസഭയിലേക്ക് അയക്കും. അങ്ങനെ ഈ രാജ്യസഭയിലേക്ക് അയച്ച് ആ രാജ്യസഭയ്ക്ക് ലഭിച്ച് 14 ദിവസങ്ങൾക്കകം എന്ത് ചെയ്യും, രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോകസഭയിലേക്ക് അത് തിരിച്ചയക്കണം. അപ്പോൾ ധനബില്ല് അല്ലെങ്കിൽ മണി ബില്ല് ലഭിച്ച് 14 ദിവസങ്ങൾക്കകം എന്ത് ചെയ്യും, രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം അത് ലോകസഭയിലേക്ക് അയക്കണം. ഇങ്ങനെ ഇവർ അയച്ച ഈ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യാം, ലോകസഭയ്ക്ക് വേണമെങ്കിൽ തള്ളാം അല്ലെങ്കിൽ കൊള്ളാം, എന്തും ചെയ്യാം. അവർക്ക് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ നിരസിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇതിലെ തെറ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രസ്താവനയാണ്. ധനബില്ല് ഒരു രാജ്യസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്ന പ്രസ്താവന തെറ്റാണ്. ധനബില്ല് എപ്പോഴും ആദ്യം അവതരിപ്പിക്കേണ്ടത് രാജ്യസഭയിലല്ല, ലോകസഭയിലാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പാർലമെൻറ്റിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? നിയമനിർമ്മാണം, നീതിന്യായം, കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, തിരഞ്ഞെടുപ്പ് ചുമതല, ഭരണഘടനാ ഭേദഗതി. അപ്പോൾ ഇതിലേതാണ്? ഓപ്ഷൻ ബി ആണ് നീതിന്യായമാണ്. നീതിന്യായം ജുഡീഷ്യറിയുടെ ചുമതലയാണ്, പാർലമെൻറ്റിൻ്റെ ചുമതലയല്ല. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ചുമതലകൾ എന്താണ്?
നിയമനിർമ്മാണം, പൊതുജനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കൽ. അതുപോലെ നീതിന്യായം എന്താണ്? ജുഡീഷ്യറിയുടെ ചുമതലയാണ്. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, അതായത് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കൽ. തെരഞ്ഞെടുപ്പ് ചുമതല എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളുടെ ചുമതല എന്താണ്? പാർലമെൻറ്റിനാണ്. ഭരണഘടനാ ഭേദഗതി, ആവശ്യമുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യുക? ഭരണഘടനയിൽ ഭേദഗതി വരുത്തുക. അപ്പോൾ ഇത്രയും ചുമതലകളാണ് പാർലമെൻറ്റിലുള്ളത്. നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, തെരഞ്ഞെടുപ്പ് ചുമതല, അതുപോലെ ഭരണഘടനാ ഭേദഗതി. ഇത്രയും ചുമതലകളാണ് പാർലമെൻറ്റിന് ഉള്ളത്. നീതിന്യായം എന്താണ്? നീതിന്യായം ആരുടെ ചുമതലയാണ്? ജുഡീഷ്യറിയുടെ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയുടെ ചുമതലയാണ് എന്ത്? നീതിന്യായം എന്ന് പറയുന്നത്. ഒറ്റയാനെ കണ്ടെത്താനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒറ്റയാനെ കണ്ടെത്താൻ. ബീഹാർ, ഉത്തർപ്രദേശ്, പഞ്ചാബ്, കർണാടക. ബീഹാർ, ഉത്തർപ്രദേശ്, പഞ്ചാബ്, കർണാടക. അപ്പോൾ ഇതിൽ ഒറ്റയാൻ ആരാണ്? ഒറ്റയാൻ ഉത്തരം ഓപ്ഷൻ സി ആണ്, പഞ്ചാബ്. എന്തുകൊണ്ടാണ് ഇതിൽ പഞ്ചാബ് ഒറ്റയാനാകാനുള്ള കാരണം? എന്തുകൊണ്ടാണ് പഞ്ചാബ് ഇതിൽ ഒറ്റയാകാനുള്ള കാരണം? അതിപ്പോൾ എന്താണ് പ്രത്യേകത? പഞ്ചാബിൽ ഏക മണ്ഡല നിയമനിർമ്മാണ സഭയാണുള്ളത്. ബീഹാർ, ഉത്തർപ്രദേശ്, കർണാടക ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താണ്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങളാണ് ബീഹാർ, ഉത്തർപ്രദേശ്, കർണാടക എന്നിവ. പഞ്ചാബ് എന്താണ്? ഏകമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ എന്താണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാവും, ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ടാവും. ഇങ്ങനെയാണ്. അവിടെയുള്ള അംഗങ്ങൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗങ്ങൾ MLA എന്നും ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങളെ MLC എന്നും അറിയപ്പെടും ഈ സംസ്ഥാനങ്ങളിൽ. അപ്പോൾ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങളാണ് ബീഹാർ, ഉത്തർപ്രദേശ്, കർണാടക എന്നിവ. എന്നാൽ പഞ്ചാബ്, കേരളമൊക്കെ എന്താണ്? ഏകമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങളാണ്. അപ്പോൾ നമുക്കിതൊന്ന് വിശദമായിട്ട് നോക്കാം. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ. ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ജമ്മു ആൻഡ് കാശ്മീർ. ഒരു കാര്യം ഓർക്കുക, നിലവിൽ ജമ്മു ആൻഡ് കാശ്മീർ എന്താണ്? സംസ്ഥാനമല്ല. ലഡാക്ക് അതേപോലെ ജമ്മു എന്നുള്ള രണ്ട് കേന്ദ്രഭരണ പ്രദേശമാണ് ഇത്. കാശ്മീർ, ലഡാക്ക് എന്നുള്ള രണ്ട് കേന്ദ്രഭരണ പ്രദേശമായിട്ട് നിലവിൽ ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനം മാറിയിട്ടുണ്ട്. അപ്പോൾ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന. ജമ്മു കാശ്മീർ ഇപ്പോൾ പഠിക്കേണ്ട, കാരണം അതൊരു കേന്ദ്രഭരണ പ്രദേശമായി മാറിയിട്ടുണ്ട്. ലഡാക്ക്, കാശ്മീർ എന്നുള്ള രണ്ട് കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ ഒന്നുകൂടി നോക്കാം. ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന. ഈ സംസ്ഥാനങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, കാരണം ഇതുപോലെ ഒറ്റയാനെ കണ്ടെത്താൻ ഒക്കെ വരുമ്പോൾ ഇതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇങ്ങനൊരു ഈ ദ്വിമണ്ഡല ഏകമണ്ഡല നിയമനിർമ്മാണ സഭകളുടെ കാര്യം ആദ്യം ഒന്ന് നോക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നോക്കാം. താഴെ പറയുന്നവരിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. വീണ്ടും എന്താണ്? തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ തന്നെ. ഇന്ത്യയിൽ 2 തലങ്ങളിലുള്ള കാര്യനിർവഹണ വിഭാഗമാണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യയിൽ എന്താണ്? 2 തലങ്ങളിലുള്ള കാര്യനിർവഹണ വിഭാഗമാണ് ഉള്ളത്. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും അടങ്ങിയതാണ് എന്ത്? കേന്ദ്ര നിർവഹണ വിഭാഗം. രാഷ്ട്രപതിയെയും കേന്ദ്രമന്ത്രിമാരെയും രാഷ്ട്രീയകാര്യ നിർവഹണ വിഭാഗം എന്ന് പറയുന്നു. യോഗ്യത അടിസ്ഥാനമാക്കി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ കാര്യ നിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇന്ത്യയിൽ 2 തലങ്ങളിലുള്ള കാര്യനിർവഹണ വിഭാഗമാണുള്ളത്. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും അടങ്ങിയതാണ് എന്ത്? കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. രാഷ്ട്രപതിയെയും കേന്ദ്രമന്ത്രിമാരെയും രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നു. എന്നാൽ യോഗ്യത അടിസ്ഥാനമാക്കി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ എന്താണ് പറയുന്നത്? ഉദ്യോഗസ്ഥ കാര്യനിർവഹണ വിഭാഗം എന്നല്ല, അത് തെറ്റാണ്. സ്ഥിര കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ പെർമനൻറ്റ് എക്സിക്യൂട്ടീവ്സ് എന്നാണ് വിളിക്കുന്നത്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സും പെർമനൻറ്റ് എക്സിക്യൂട്ടീവ്സും. അതിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി, കേന്ദ്രമന്ത്രിമാർ എന്നിവരാണ് എന്ത്? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. എന്നാൽ പെർമനൻറ്റ് എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ആരാണ്? യോഗ്യത അടിസ്ഥാനമാക്കി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ് എന്ത്? പെർമനൻറ്റ് എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ
സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം എന്താ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് എന്താണ് ഒരു ഇലക്ട്രൽ കോളേജ് ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഇപ്പോൾ ഇലക്ട്രൽ കോളേജാണ് എന്ത് രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഒന്നാമത്തെ നോക്കാം. ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇതിലാരാണ് ഇലക്ട്രൽ കോളേജ് അംഗങ്ങളിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അപ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണെന്ത് ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളാവാത്തത്. അപ്പോൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളായത് ആരൊക്കെയാണ്? അല്ലെങ്കിൽ ഇലക്ട്രൽ കോളേജ് അംഗങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ചേർന്നതാണെന്ത് ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് രാഷ്ട്രപതി ആകാനുള്ള യോഗ്യതകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. അപ്പോൾ രാഷ്ട്രപതി ആകാനുള്ള യോഗ്യതകൾ എന്തൊക്കെയെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ രാഷ്ട്രപതി ആകാനുള്ള യോഗ്യതകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, ലോകസഭാംഗം ആകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതയും ഉണ്ടാകണം. അപ്പോൾ ഇതിൽ രാഷ്ട്രപതി ആകാനുള്ള യോഗ്യതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു എന്താണ് യോഗ്യത ഒരിക്കലും പറയുന്നില്ല. അപ്പോൾ രാഷ്ട്രപതി ആകാനുള്ള യോഗ്യത എന്താണ്? ഇന്ത്യൻ പൗരനായിരിക്കണം. അത് രാഷ്ട്രപതി ആകണമെങ്കിലും പ്രധാനമന്ത്രി ആവണമെങ്കിലും എന്താവണമെങ്കിലും എന്താണ് ഇന്ത്യൻ പൗരനായിരിക്കണം. അത് നിർബന്ധമാണ്. അത് എല്ലാവർക്കും ഉള്ള കോമൺ യോഗ്യതയാണ്. പിന്നെ എന്താണ് രാഷ്ട്രപതി ആണെങ്കിലും ഗവർണർ ആണെങ്കിലും എന്താണ് പ്രായപരിധി വരുന്നത് 35 വയസ്സാണ്. എന്നാൽ ലോകസഭാംഗമാണെങ്കിൽ 25 വയസ്സാണ്. പ്രാദേശിക ഗവൺമെൻറ് അതായത് പഞ്ചായത്തുകളിലേക്കുള്ള മത്സരിക്കാനുള്ള ചുരുങ്ങിയ പ്രായം എന്ന് പറയുന്നത് 21ആണ്. അപ്പോൾ പഞ്ചായത്തുകളിലേക്ക് 21, ലോകസഭ 25, രാഷ്ട്രപതി ഗവർണർ സ്ഥാനങ്ങളിൽ ഉപരാഷ്ട്രപതി സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കണമെങ്കിൽ 35 വയസ്സ്. പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. അത് തെറ്റാണ്. വിദ്യാഭ്യാസം എന്താണ് ഒരു നിർബന്ധമില്ല. പക്ഷേ നമുക്ക് ഇതുവരെ ഉണ്ടായ എല്ലാ രാഷ്ട്രപതിമാരൊക്കെ എന്താണ് നല്ല ക്വാളിഫൈഡ് ആയ ആളുകളാണ്. അതായത് ഡോക്ടറേറ്റുള്ള ആളുകളും മിക്ക ആളുകൾ എന്താണ് ഡോക്ടറേറ്റുള്ള ആളുകളായിരുന്നു. നമുക്ക് ഇതുവരെ ഉണ്ടായ രാഷ്ട്രപതിമാരൊക്കെ എല്ലാവരും ബിരുദവും ബിരുദാനന്തര ബിരുദമൊക്കെ ഉള്ള ആളുകളാണ്. നിലവിൽ ഇന്നേ വരെ നമുക്ക് ലഭിച്ച രാഷ്ട്രപതിമാർ എല്ലാവരും. ഇനി ലോകസഭാംഗം ആകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതയും ഉണ്ടാകണം. അപ്പോൾ ഒരു ലോകസഭാംഗം ആകാനുള്ള എന്തൊക്കെ യോഗ്യതകളുണ്ടോ ആ യോഗ്യതകളൊക്കെ എന്താണ് രാഷ്ട്രപതി ആകാൻ വേണം. ഉപരാഷ്ട്രപതി ആകാൻ വേണ്ടത് എന്താണ് രാജ്യസഭാംഗമാകാനുള്ള യോഗ്യതയാണ് വേണ്ടത്. അപ്പോൾ ആ വ്യത്യാസം മാത്രമാണ് ഇവർ രണ്ട് തമ്മിലും ഉള്ളത്. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ്, പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ ഉൾപ്പെടാത്തത്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. അപ്പോൾ രാഷ്ട്രപതിയുടെ ചുമതലകളാണ് തന്നിട്ടുള്ളത്, അതിൽ ഉൾപ്പെടാത്തത് കണ്ടെത്താനാണ്. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ, സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസുമാരെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കൽ, രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോകസഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നു, പാർലമെൻറ്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ, ആവശ്യമായി വന്നാൽ രാജ്യത്ത് പട്ടാള സേവനം നടത്തി യുദ്ധത്തിന് നേതൃത്വം നൽകൽ. അപ്പോൾ ഇതിലേതാണ് രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് നമുക്ക് നോക്കാം. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ, സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ. അതെന്താണ് രാഷ്ട്രപതിയുടെ ചുമതലയാണ്. മന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കലും അതേപോലെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കലും എന്താണ് രാഷ്ട്രപതിയുടെ ചുമതലയാണ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസുമാരെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കൽ അതും എന്താണ് രാഷ്ട്രപതിയുടെ ചുമതലയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ നിയമനങ്ങളും നടത്തുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോകസഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നു, അതും ശരിയാണ്. ഇപ്പോൾ രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോകസഭയിലേക്ക് നിലവിൽ ചെയ്യുന്നില്ല, ആ ഒരു വ്യവസ്ഥ എടുത്തു കളഞ്ഞിട്ടുണ്ട്, നിലവിലില്ല.
2 ആംഗ്ലോ ഇന്ത്യൻസിനെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ചെയ്യാനുള്ള അധികാരം ആരൊക്കെയായിരുന്നു? അതിൻ്റെ ചുമതല അതും എന്താണ്? രാഷ്ട്രപതിയുടെ ചുമതലയായിരുന്നു. അതുപോലെ എന്താണ്? പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകലും രാഷ്ട്രപതിയുടെ ചുമതലയാണ്. അതുപോലെ ദയാ ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കലും എന്താണ്? രാഷ്ട്രപതിയുടെ ചുമതലയാണ്. എന്നാൽ ആവശ്യമായി വന്നാൽ രാജ്യത്ത് പട്ടാള സേവനം നടത്തി യുദ്ധത്തിന് നേതൃത്വം നൽകൽ എന്താണ്? രാഷ്ട്രപതിയുടെ ചുമതലയല്ല. അങ്ങനെ ഒരു ചുമതല നമ്മുടെ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിട്ടില്ല. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അവസാനത്തെ പ്രസ്താവനയാണ്. അതുപോലെ എന്താണ്? ഒരു ചുമതല കൂടിയുണ്ട്. ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കലും ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്നുള്ള ചുമതലയും ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. അടുത്തത് എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഉപരാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്താനാണ്. ഉപരാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്താനാണ്. 1. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കുക. 2. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക. അപ്പോൾ എന്താണ്? 1, 2 എന്നിവ എന്നാണ് ഉത്തരം വരിക. അപ്പോൾ ഈ രണ്ടും എന്താണ്? ഉപരാഷ്ട്രപതിയുടെ ചുമതലയാണ്. അപ്പോൾ ഉപരാഷ്ട്രപതിയുടെ ചുമതല എന്തൊക്കെയാണ്? രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക. അതുപോലെ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ, അദ്ദേഹം ഇല്ലാത്ത സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കുക. പ്രധാനപ്പെട്ട ഈ 2 ചുമതലകളാണ് ഉപരാഷ്ട്രപതിക്കുള്ളത്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കലും അതുപോലെ രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കലും. ഈ 2 ചുമതലകളാണെന്ത്? ഉപരാഷ്ട്രപതിക്ക് ഉള്ളത്. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ചുമതലകളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്താനാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ചുമതലകളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? 1. ലോകസഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു. 2. ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷം വഹിക്കുന്നു. 3. മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. 4. മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. ഇതിൽ രണ്ടാമത്തെ ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ എന്നാണ് എന്ത്? അതൊരു പിഴവാണ്. അപ്പോൾ ക്ഷമിക്കുക. ലോകസഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു, ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷം വഹിക്കുന്നു, മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു, മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ചുമതലകൾ എന്താണ്? ഈ 4 കാര്യങ്ങളും എന്താണ്? പ്രധാനമന്ത്രിയുടെ ചുമതലകളാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ചുമതലകൾ എന്തൊക്കെയാണ്? ലോകസഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു, ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷം വഹിക്കുന്നു, അതുപോലെ മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു, മന്ത്രിസഭാ തീരുമാനങ്ങൾ എന്ത് ചെയ്യണം? രാഷ്ട്രപതിയെ അറിയിക്കുന്നു. അപ്പോൾ ഈ 4 ചുമതലകളും എന്താണ്? പ്രധാനമന്ത്രിയുടെ ചുമതലകളാണ്. എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ ചുമതലകൾ? ലോകസഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു, ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷം വഹിക്കുന്നു, മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു, മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരാണ്? മുഖ്യമന്ത്രി, ഗവർണർ, ആഭ്യന്തരമന്ത്രി ഇവരാരുമല്ല. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരാണ്? ഗവർണറാണ്. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഗവർണറാണ്. ഓക്കെ, അപ്പോൾ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ്. ഓപ്ഷൻ ഡി, ഗവർണർ. ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? HJ കനിയ, MP ശാസ്ത്രി, മെഹർചന്ദ് മഹാജൻ, BK മുഖർജി. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, HJ കനിയാണ്. അപ്പോൾ HJ കനിയാണ് എന്ത്? ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരാണ്? HJ കനിയാണ്. ഇതിൽ ഓപ്ഷൻ ബി MP ശാസ്ത്രി രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ സി മെഹർചന്ദ് മഹാജൻ മൂന്നാമത്തേതും, ഓപ്ഷൻ ഡി BK മുഖർജി നാലാമത്തേതാണ്. ഇങ്ങനെ അടുപ്പിച്ചാണ്. ഈ 4 പേരുമാണ് എന്ത്? ആദ്യത്തെ 4 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാർ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരാണ്? HJ കനിയയാണ്. ആരാണ്? HJ കനിയ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകളിൽ ഉൾപ്പെടാത്തവ തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന കേസുകളിൽ നിന്ന് എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിൽ ഉൾപ്പെടാത്തവ തിരഞ്ഞെടുക്കാനാണ്. 1. മൗലികാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ, കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, സിവിൽ ക്രിമിനൽ കേസുകൾ, ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ,
സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ. അപ്പോൾ ഇതിൽ സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് നോക്കാം. മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ എന്താണ്? സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകളാണ്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങളും എന്താണ്? സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകളാണ്. അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ, വിവിധ സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങളും എന്താണ്? സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകളാണ്. സിവിൽ ക്രിമിനൽ കേസുകൾ, ഈ സിവിൽ ക്രിമിനൽ കേസുകൾ എന്താണ്? സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ തന്നെയാണ്. പക്ഷേ എന്താണ്? അത് താഴെ തട്ടിൽ നിന്ന് അപ്പീൽ വരുമ്പോൾ മാത്രമാണ് എന്ത് ഈ സിവിൽ ക്രിമിനൽ കേസുകൾ പരിഗണിക്കാം. നേരെ മറിച്ച് ബാക്കിയുള്ള കേസുകളൊക്കെ എന്താണ്? നേരിട്ട് പരിഗണിക്കുന്ന കേസുകളാണ്. അപ്പോൾ ഇതിൽ സിവിൽ ക്രിമിനൽ കേസുകളാണെന്ത് അതിൽ ഉൾപ്പെടാത്തത് വരുന്നത്. ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ, അതും ശരിയാണ്. സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ, അതും ശരിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്ന് വരുന്ന അപ്പീൽ കേസുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ സിവിൽ ക്രിമിനൽ കേസുകൾ എന്ത് ചെയ്യുള്ളൂ? സുപ്രീം കോടതി പരിഗണിക്കുകയുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ എന്താണ്? ബാക്കിയുള്ള കേസുകളൊക്കെ സുപ്രീം കോടതി നേരിട്ട് പരിഗണിക്കുന്ന കേസുകളാണ്. അപ്പോൾ സിവിൽ ക്രിമിനൽ കേസുകൾ എന്താണ്? സുപ്രീം കോടതി നേരിട്ട് പരിഗണിക്കില്ല. ഏറ്റവും താഴെ തട്ടിലുള്ള മുൻസിഫ് കോടതിയാണ് എന്ത്? സിവിൽ കേസുകൾ പരിഗണിക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതിയാണ് എന്ത്? ക്രിമിനൽ കേസുകൾ പരിഗണിക്കുന്നത്. അതെങ്ങനെ? സബ് കോടതി, ജില്ലാ കോടതി, ഹൈക്കോടതി, അങ്ങനെ അപ്പീൽ മുകളിലേക്ക് വരുമ്പോൾ മാത്രമാണ് അങ്ങനത്തെ കേസുകൾ സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ബാക്കിയുള്ള കേസുകളൊക്കെ എന്താണ്? സുപ്രീം കോടതി നേരിട്ട് പരിഗണിക്കുന്ന കേസുകളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഹൈക്കോടതിയുടെ അധികാരങ്ങളിൽ ഉൾപ്പെട്ടവ കണ്ടെത്തുക. അപ്പോൾ ഹൈക്കോടതിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ ഉൾപ്പെട്ടവ കണ്ടെത്താനാണ്. ഒന്ന് നോക്കാം. മൗലികാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കൽ, സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കൽ, സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ. അപ്പോൾ എന്താണ്? ഇത് മൂന്നും എന്താണ്? ഹൈക്കോടതിയുടെ അധികാരത്തിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഹൈക്കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? മൗലികാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കൽ, അതുപോലെ സിവിലും ക്രിമിനലുമായ കേസുകളിൽ എന്ത് ചെയ്യുക? കീഴ്ക്കോടതിയിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കൽ, അതുപോലെ സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ. ഈ മൂന്നും എന്താണ്? ഹൈക്കോടതിയുടെ ചുമതലകളാണ്. ലോക് അദാലത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതിവേഗ കോടതി, ജനങ്ങളുടെ കോടതി, തീർപ്പ് കോടതി, ഉദ്യോഗസ്ഥ കോടതി. ലോക് അദാലത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലോക് അദാലത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അതിവേഗ കോടതി ജനങ്ങളുടെ കോടതി എന്നാണ്. ലോക് അദാലത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ജനങ്ങളുടെ കോടതി എന്ന്. അപ്പോൾ ലോക് അദാലത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ബി ആണ്, ജനങ്ങളുടെ കോടതി. അപ്പോൾ ജനങ്ങളുടെ കോടതി എന്നാണ് ലോക് അദാലത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ കോടതിയിൽ നിലവിലുള്ള കേസുകൾ എന്ത് ചെയ്യുക? കോടതിക്ക് പുറത്ത് വെച്ച് തീർപ്പ് കൽപ്പിക്കുന്ന സംവിധാനമാണ് എന്ത്? ലോക് അദാലത്ത്. അപ്പോൾ കേസുകൾ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാനും പെട്ടെന്ന് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈ ലോക് അദാലത്ത് സംവിധാനം നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത്. ഇന്ന് നമ്മൾ ഏകദേശം 28ഓളം ചോദ്യങ്ങൾ പഠിച്ചു. അത്യാവശ്യം ലെങ്ത്തുള്ള ഒരു വീഡിയോ ആയി ഇത് മാറിയിട്ടുണ്ടാവും. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.